ഹായ് ഹലോ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ ചാനലിന് ഒരു 37 സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഓരോരോ നമ്പർ കൂടുമ്പോഴും ഐ ഫീൽ സോ ഹാപ്പി. അപ്പോൾ ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിൻ്റെ 4ാമത്തെ അധ്യായമായ നമ്പർ 12 ഗ്രിമോൾ പ്ലേസിൻ്റെ തുടർച്ചയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഹാരി റോണിനോടും ഹെർമിയോണിയോടും വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നിടത്താണ്. ബിക്കോസ് ഹി വാസ് ഹേർട്ട്. ഹാരിക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു, പ്രിവറ്റ് ഡ്രൈവിൽ താൻ തനിച്ചായിരുന്നു എന്നുള്ളതും ഒരു വിവരവും ലഭിക്കാത്തതിൻ്റെയും ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കഥ നിർത്തിയത്. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് കടക്കാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുമ്പോൾ ഞാൻ ഡേഴ്സ്ലികളുടെ അടുത്തായി? ഹാരി ചോദിച്ചു. വാക്കുകൾ പരസ്പരം ഇടറുന്നു. അവന്റെ ശബ്ദം ഓരോ തവണയും ഉച്ചത്തിലാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാൻ അനുവാദം കിട്ടിയതെങ്ങനെ? ഇല്ല ഹാരി, റോൺ ഇടപെട്ടു. അമ്മ ഞങ്ങളെ മീറ്റിന്റെ അടുത്തേക്ക് വിട്ടിട്ടില്ല. ഞങ്ങൾ വളരെ ചെറുപ്പമാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ മുഴുവൻ കേൾക്കുന്നതിനു മുമ്പ് ഹാരി അലറി. ഓ, അപ്പോൾ നിങ്ങൾ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ല? വലിയ നഷ്ടം. നിങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഞാൻ 1 മാസമായി ഡേഴ്സ്ലികളുടെ കൂടെ. നിങ്ങൾ രണ്ടുപേരും കൈകാര്യം ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡംബിൾഡോറിന് അത് അറിയാം. ഫിലോസഫർ സ്റ്റോൺ ആരാണ് രക്ഷിച്ചത്? ആരാണ് റിഡിലിനെ തുരത്തിയത്? ആരാണ് നിങ്ങളെ രണ്ടുപേരെയും ഡിമൻഡേഴ്സിൽ നിന്ന് രക്ഷിച്ചത്? കഴിഞ്ഞ 1 മാസത്തിൽ ഹാരിക്ക് ഉണ്ടായിരുന്ന എല്ലാ കൈപ്പേറിയതും നീരസകരവുമായ ചിന്തകളും അവനിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. വാർത്തകളുടെ അഭാവത്തിലുള്ള അവന്റെ നിരാശ, അവനില്ലാതെ അവരെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു എന്നതിന്റെ വേദന, പിന്തുടരുകയും അതിനെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നതിലുള്ള അവന്റെ കോപം, അവന് ലജ്ജ തോന്നിയ എല്ലാ വികാരങ്ങളും ഒടുവിൽ അവയുടെ അതിരുകൾ ഭേദിച്ചു. ഹെഡ്വിഗ് ആ ശബ്ദത്തിൽ ഭയന്ന് അവിടെ നിന്ന് പറന്നുയർന്ന് വീണ്ടും വാർഡ്രോബിന്റെ മുകളിൽ ചെന്നിരുന്നു. പിഗുഡ്ജിയാൻ അവരുടെ തലയ്ക്ക് ചുറ്റും കൂടുതൽ വേഗത്തിൽ കുതിച്ചു. കഴിഞ്ഞ വർഷം ആർക്കാണ് ഡ്രാഗണുകളും സ്ഫിങ്സുകളും മറ്റെല്ലാ മോശമായ കാര്യങ്ങളും കാണേണ്ടി വന്നത്? ആരാണ് മറ്റവൻ തിരിച്ചു വരുന്നത് കണ്ടത്? ആരാണ് അവനിൽ നിന്നും രക്ഷപ്പെടേണ്ടത്? ഈ ഞാൻ. ഹെർമിയോണി കണ്ണീരിന്റെ വക്കിൽ നിൽക്കുമ്പോൾ പകുതി തുറന്ന വായയുമായി വ്യക്തമായി സ്തബ്ധനായി ഒന്നും പറയാൻ അറിയാതെ റോൺ അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ എന്തിനറിയണം? എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് ഒന്നും പറയാൻ ആർക്കെങ്കിലും തോന്നിയോ? ഹാരി, ഞങ്ങൾ നിന്നോട് പറയണമെന്ന് കരുതിയതാണ് സത്യം. ഹെർമിയോണി തുടങ്ങി. ഓ, അതെങ്കിലും ചെയ്യണമല്ലോ അല്ലേ? അല്ലെങ്കിൽ നീ എനിക്കൊരു മുങ്ങ അയച്ചേനെ. പക്ഷേ ഡംബിൾഡോർ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അദ്ദേഹം സത്യം ചെയ്യിച്ചു. 4 ആഴ്ചകളായി ഞാൻ പ്രിവറ്റ് ഡ്രൈവിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇവിടെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടിയതിന്റെ സന്തോഷം. ഹാരി, ഞങ്ങൾക്കും ശരിക്കും വിഷമമുണ്ട്, ഹെർമിയോണി നിരാശയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ കണ്ണുനീർ കൊണ്ട് തിളങ്ങുന്നു. നീ പറഞ്ഞത് തികച്ചും ശരിയാണ് ഹാരി. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്കും ദേഷ്യം വരും. ഹാരി അവളെ നോക്കി ദീർഘശ്വാസം എടുത്തു. പിന്നെ അവരിൽ നിന്ന് തിരിഞ്ഞു വീണ്ടും നടന്നു. ഹെഡ്വിഗ് വാർഡ്രോബിന്റെ മുകളിൽ നിന്ന് മൂളി. ഹാരിയുടെ കാലുകൾക്ക് താഴെയുള്ള ഫ്ലോർ ബോർഡുകളുടെ വിലാപകരമായ ക്രീക്ക് ശബ്ദം മാത്രം ആ നിശബ്ദതയിൽ കേട്ടു. എന്തായാലും ഇതേത് സ്ഥലമാണ്? അവൻ റോണിനും ഹെർമിയോണിനും നേരെ ചോദ്യമുയർത്തി. ഓർഡർ ഓഫ് ദ ഫീനിക്സിന്റെ ആസ്ഥാനം, റോൺ പെട്ടെന്ന് പറഞ്ഞു. ഓർഡർ ഓഫ് ദ ഫീനിക്സ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് എന്നോട് പറയാമോ? ഇതൊരു രഹസ്യ കൂട്ടായ്മയാണ്, ഹെർമിയോണി പെട്ടെന്ന് പറഞ്ഞു. ഡംബിൾഡോറാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. കഴിഞ്ഞ തവണ ആ പേര് പറഞ്ഞു കൂടാത്തവന്റെ എതിരെ പോരാടിയ ആളുകളുടെ കൂട്ടായ്മയാണിത്. ആരാണ് അതിലുള്ളത്?
ഹാരി ചോദിച്ചു. വളരെ കുറച്ചാളുകൾ. അവരിൽ ഒരു 20ഓളം പേരെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്, റോൺ പറഞ്ഞു. പക്ഷെ കൂടുതൽ പേരുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഹാരി അവരെ നോക്കി. ശരി, എന്നിട്ട്? അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ടെന്ത്? റോൺ ചോദിച്ചു. വോൾഡമോർട്ട്, ഹാരി ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ എന്താണ് സംഭവിച്ചത്? അവൻ എന്താണ് ചെയ്യുന്നത്? എവിടെയാണ്? അവനെ തടയാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹാരി, ഞങ്ങൾ പറഞ്ഞു, അവരുടെ മീറ്റിംഗുകളിൽ ഞങ്ങളെ പങ്കെടുക്കാൻ അവർ അനുവദിക്കുന്നില്ല, ഹെർമിയോണി പരിഭ്രാന്തിയോടെ പറഞ്ഞു. അതിനാൽ ഞങ്ങൾക്ക് വിശദാംശങ്ങൾ അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു പുതിയ സൂത്രം കിട്ടിയിട്ടുണ്ട്. ഹാരിയുടെ മുഖത്തെ ഭാവം കണ്ട് അവൾ തിടുക്കത്തിൽ കൂട്ടിച്ചേർത്തു. ഫ്രെഡും ജോർജും നീട്ടാൻ പറ്റുന്ന ചെവികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, റോൺ പറഞ്ഞു. നീട്ടാൻ പറ്റുന്ന ചെവികളോ? അതെ, ചെവികൾ. അടുത്തിടെ അമ്മ അത് കണ്ടെത്തി ദേഷ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്കത് ഉപയോഗിക്കുന്നത് നിർത്തേണ്ടി വന്നു. അമ്മ അവയെല്ലാം നശിപ്പിക്കുന്നത് തടയാൻ ഫ്രെഡും ജോർജും അത് ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ അമ്മ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അതുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ പറ്റി. ഓർഡറിലെ ചിലർ അറിയപ്പെടുന്ന ഡെത്ത് ഈറ്റേഴ്സിനെ പിന്തുടരുന്നുണ്ടെന്നും അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കിപ്പോൾ അറിയാം. അവരിൽ ചിലർ ഓർഡറിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും കേട്ടു, ഹെർമിയോണി കൂട്ടിച്ചേർത്തു. അവരിൽ ചിലർ എന്തിനു വേണ്ടി കാവൽ നിൽക്കുന്നു, റോൺ പറഞ്ഞു. അവർ എപ്പോഴും കാവൽ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. ഓ, അത് ഞാനായിരിക്കാൻ വഴിയില്ല അല്ലേ? ഹാരി പരിഹാസത്തോടെ ചോദിച്ചു. അതാവും, റോൺ ഒരു ബോധോദയം ഉണ്ടായതുപോലെ പറഞ്ഞു. ഹാരിയുടെ ദേഷ്യം മൂർച്ഛിച്ചു. അവൻ വീണ്ടും മുറിയിൽ ചുറ്റി നടന്നു. റോണിനെയും ഹെർമിയോണിനെയും നോക്കി. അപ്പോൾ മീറ്റിംഗുകളിൽ അനുവാദമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൻ അടുത്ത ചോദ്യം ഉയർത്തി. നിങ്ങൾ എന്തോ തിരക്കിലാണെന്നാണല്ലോ അന്ന് പറഞ്ഞത്. ഞങ്ങൾ തിരക്കിലായിരുന്നു, ഹെർമിയോണി വേഗം പറഞ്ഞു. ഈ വീട് ഞങ്ങൾ അണുവിമുക്തമാക്കുകയാണ്. കാലങ്ങളായി ഇത് ഉപയോഗിക്കാത്ത സ്ഥലമാണ്. കുറെ സാധനങ്ങളും അടുക്കളയും മിക്ക കിടപ്പുമുറികളും വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഡ്രോയിങ് റൂം നാളെ. രണ്ട് വലിയ ശബ്ദത്തോടെ റോണിന്റെ മൂത്ത ഇരട്ട സഹോദരന്മാരായ ഫ്രെഡും ജോർജും മുറിയുടെ നടുവിൽ വായുവിൽ നിന്ന് പ്രത്യക്ഷമായി. പിഗഡ് ജോൺ മുമ്പത്തേക്കാൾ കൂടുതൽ ഭ്രാന്തമായി പറക്കുകയും വാർഡ്രോബിന് മുകളിൽ ഹെഡ്വിഗിനൊപ്പം ചേരാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യുന്നത് നിർത്തൂ, റോണിനെ പോലെ ചുവന്ന മുടിയുള്ള ഇരട്ടകളോട് ഹെർമിയോണി പറഞ്ഞു. അവർ കൂടുതൽ തടിച്ചവരും അല്പം ഉയരം കുറഞ്ഞവരുമായിരുന്നു. ഹലോ ഹാരി, ജോർജ് ഹാരിയെ നോക്കി പറഞ്ഞു. നിന്റെ നല്ല ശാന്തമായ വർത്തമാനം ഞങ്ങൾ കേട്ടു. നീ നിന്റെ കോപം ഇങ്ങനെ മൂടി വെക്കല്ലേ ഹാരി, എല്ലാം പുറത്തു വിടൂ, ഫ്രെഡും പറഞ്ഞു. 50 മൈൽ അകലെയുള്ളവർ കൂടി കേൾക്കട്ടെ. ഓ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അപ്പാഡിഷൻ ടെസ്റ്റുകൾ പാസ്സായി അല്ലേ? ഹാരി ദേഷ്യത്തോടെ ചോദിച്ചു. അതെ, ഡിസ്റ്റിങ്ഷനോടെ. വളരെ നീളമുള്ള മാംസളമായ ഒരു ചരട് പോലെ തോന്നിക്കുന്ന ഒന്ന് പിടിച്ചുകൊണ്ടിരുന്ന ഫ്രെഡ് പറഞ്ഞു. എന്തായാലും ഹാരി, നിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കൊണ്ട് ഈ ചെവികൾക്ക് ഇപ്പോൾ ഒന്നും കേൾക്കാതെയായി. ലാൻഡിങ്ങിലേക്ക് നീണ്ടുപോകുന്ന ചരട് ഉയർത്തിപ്പിടിച്ച് ഹാരിയെ കാണിച്ചുകൊണ്ട് ഫ്രെഡ് പറഞ്ഞു. താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ കേൾക്കാൻ ശ്രമിക്കുകയാണ്. അമ്മ കാണാതെ നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ, റോൺ ചെവിയിലേക്ക് നോക്കി പറഞ്ഞു. അപകട സാധ്യതയുണ്ട്. അതവർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്, ഫ്രെഡ് പറഞ്ഞു. വാതിൽ തുറന്ന് ചുവന്ന മുടിയുള്ള ഒരു നീണ്ട രൂപം പ്രത്യക്ഷപ്പെട്ടു. ഓ, ഹലോ ഹാരി, റോണിന്റെ ഇളയ സഹോദരി ജിനി സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടു. അതിനുശേഷം ഫ്രെഡിനെയും ജോർജിനെയും നോക്കി അവൾ പറഞ്ഞു. എക്സ്റ്റെൻഡബിൾ ഇയേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അമ്മ പോയി അടുക്കള വാതിലിൽ ഒരു ഇംപെർട്ടബിൾ ചാം ഇട്ടിരിക്കുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? ജോർജ് കൗതുകത്തോടെ ചോദിച്ചു. അതൊക്കെ എങ്ങനെ കണ്ടെത്താമെന്ന് ടോംസ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു, ജിനി പറഞ്ഞു. വാതിലിന് നേരെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടാൽ അവ വാതിലിൽ തട്ടുന്നില്ലെങ്കിൽ ഇംപെർട്ടബിൾ ആണ് ആ വാതിൽ എന്നാണ് അർത്ഥം. പടിക്കെട്ടുകളുടെ മുകളിൽ നിന്ന് ഞാൻ അതിൽ ഡങ് ബോംബുകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അവ അതിൽ തട്ടാതെ ഉയർന്നു വരുന്നു. അതിനാൽ
ഈ നീട്ടാൻ പറ്റുന്ന ചെവികൾ അവിടെ എത്താൻ ഒരു വഴിയുമില്ല. ഫ്രെഡ് ഒരു ദീർഘനിശ്വാസം വിട്ടു. നാണക്കേട്. ആ സ്നേപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ ഞാൻ ശരിക്കും ആഗ്രഹിച്ചു. സ്നേപ്പ്? ഹാരി പെട്ടെന്ന് പറഞ്ഞു. അയാളും ഇവിടെയുണ്ടോ? ഉണ്ട്, ജോർജ് പറഞ്ഞു. എന്നിട്ട് ശ്രദ്ധാപൂർവം വാതിലടച്ച് ഒരു കിടക്കയിൽ ഇരുന്നു. ഫ്രെഡും ജിനിയും അവനെ പിന്തുടർന്നു. ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വന്നതാണ്. അതീവ രഹസ്യമായ എന്തോ ഒന്ന്. വിഡി, ഫ്രെഡ് അലസമായി പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പക്ഷത്താണ്. ഹെർമിയോണി ഫ്രെഡിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു. റോൺ മൂളി. അതുകൊണ്ട് ഒരു വിഡ്ഢിയായിക്കൊള്ളുന്നുണ്ടോ? നമ്മളെ കാണുമ്പോഴുള്ള അയാളുടെ ഒരു നോട്ടം. ബില്ലിന് പോലും അയാളെ ഇഷ്ടമല്ല. ഒരു പ്രശ്നം പരിഹരിച്ചതുപോലെ ജിനി പറഞ്ഞു. ഹാരിയുടെ കോപം ഇതുവരെ ശമിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അറിയാനുള്ള അവന്റെ ദാഹം ഇപ്പോൾ അതിനെ മറികടന്നു. അവൻ മറ്റുള്ളവരുടെ എതിർവശത്തുള്ള കട്ടിലിൽ കിടന്നു. ബിൽ ഇവിടെയുണ്ടോ? അവൻ ഈജിപ്തിൽ ജോലി ചെയ്യുകയാണെന്നാണ് ഞാൻ കരുതിയത്, ഹാരി ചോദിച്ചു. വീട്ടിൽ വന്ന് ഓർഡറിൽ ജോലി ചെയ്യാൻ വേണ്ടി അവൻ ഒരു ജോലിക്ക് അപേക്ഷിച്ചു. ഈജിപ്തിലെ ശവകുടീരങ്ങൾ അവന് മിസ് ചെയ്യുന്നുണ്ട് പോലും. ഇതും പറഞ്ഞ് ഫ്രെഡ് ഒരു കള്ളച്ചിരി ചിരിച്ചു. എന്നിരുന്നാലും അവന് നഷ്ടപരിഹാരമുണ്ട്. മനസ്സിലായില്ല. പഴയ ഫ്ലോർ ഡെലോക്കറിനെ ഓർമ്മയില്ലേ? അവൾക്ക് ഗ്രിംഗോട്സിൽ ജോലി ലഭിച്ചു. അവളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ, ജോർജ് പറഞ്ഞു. അതെ, ബിൽ അവൾക്ക് ധാരാളം സ്വകാര്യ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രെഡ് പരിഹസിച്ചു ചിരിച്ചു. ചാർലി മോഡലിലുണ്ട്, ജോർജ് പറഞ്ഞു. പക്ഷെ അവൻ ഇപ്പോഴും റൊമാനിയയിലാണ്. കഴിയുന്നത്ര വിദേശ മാന്ത്രികരെ കൊണ്ടുവരാൻ ഡംബിൾഡോർ ആഗ്രഹിക്കുന്നു. അതിനാൽ ചാർലി തന്റെ അവധി ദിവസങ്ങളിൽ ഒരുപാട് പേരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പേഴ്സിക്ക് അത് ചെയ്യാൻ കഴിയില്ലേ? ഹാരി ചോദിച്ചു. വീസ്ലിയുടെ മൂന്നാമത്തെ സഹോദരൻ മാജിക് മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ മാജിക്കൽ കോർപ്പറേഷൻ വകുപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് അവൻ അവസാനമായി കേട്ടത്. ഹാരിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാ വീസ്ലികളും ഹെർമിയോണിയും ഇരുണ്ട അർത്ഥവത്തായ നോട്ടങ്ങൾ കൈമാറി. എന്തു വന്നാലും അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ നീ പേഴ്സിയുടെ പേര് പറയല്ലേ ഹാരി, റോൺ പിരിമുറുക്കമുള്ള സ്വരത്തിൽ ഹാരിയോട് പറഞ്ഞു. എന്തുകൊണ്ട് പാടില്ല? കാരണം പേഴ്സിയുടെ പേര് പറയുമ്പോഴെല്ലാം അച്ഛൻ കൈവശം വച്ചിരിക്കുന്നതെല്ലാം പൊട്ടിച്ചു കളയും. അമ്മയാണെങ്കിൽ കരയാനും തുടങ്ങും, ഫ്രെഡ് പറഞ്ഞു. അതെ, വലിയ വിഷമമാണിതൊക്കെ, ജിനി സങ്കടത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് അവനെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്, ജോർജ് മുഖത്ത് അസാധാരണമായ ഒരു വൃത്തികെട്ട ഭാവത്തോടെ പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഹാരി ചോദിച്ചു. പേഴ്സിയും അച്ഛനും തമ്മിൽ ഒരു വഴക്കുണ്ടായി. അച്ഛൻ അങ്ങനെ ആരുമായും വഴക്കിടുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സാധാരണയായി അമ്മയാണ് വഴക്കുണ്ടാക്കുന്നത്, ഫ്രെഡ് പറഞ്ഞു. ടേം അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യ ആഴ്ചയായിരുന്നു അത്. ഞങ്ങൾ മടങ്ങി വന്ന് ഓർഡറിൽ ചേരാൻ പോകുകയായിരുന്നു. അപ്പോൾ പേഴ്സി വീട്ടിൽ വന്ന് അവന് സ്ഥാനക്കയറ്റം ലഭിച്ചതായി ഞങ്ങളോട് പറഞ്ഞു. നീ തമാശ പറയുകയാണോ? ഹാരി ചോദിച്ചു. പേഴ്സി വളരെ അഭിലാഷമുള്ള ആളാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നിട്ടും മാജിക് മന്ത്രാലയത്തിന്റെ തന്റെ ആദ്യ ജോലിയിൽ പേഴ്സി വലിയ വിജയം നേടിയിട്ടില്ലെന്നായിരുന്നു ഹാരിയുടെ ധാരണ. തന്റെ ബോസ് മിസ്റ്റർ ക്രൗച്ച് ലോർഡ് വോൾഡിമോർട്ടിന്റെ നിയന്ത്രണത്തിലാണ് എന്ന വലിയ ഒരു കാര്യം പോലും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ വലിയ വീഴ്ച വരുത്തിയവനാണ് പേഴ്സി. മിനിസ്ട്രി പോലും അത് വിശ്വസിച്ചിരുന്നില്ല. മിസ്റ്റർ ക്രൗച്ച് ഭ്രാന്തനാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതെ, ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു, ജോർജ് പറഞ്ഞു. ക്രൗച്ച് കാരണം പേഴ്സി വളരെയധികം പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. ഒരു അന്വേഷണവും ഉണ്ടായിരുന്നു. ക്രൗച്ച് തന്റെ നിയന്ത്രണത്തിലല്ലെന്ന് പേഴ്സി മനസ്സിലാക്കുകയും ഒരു മേലുദ്യോഗസ്ഥനെ അറിയിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പേഴ്സിയെ നിനക്കറിയാലോ. ക്രൗച്ച് അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അവനാണെങ്കിൽ പരാതിപ്പെടാനും പോയില്ല. പിന്നെ എങ്ങനെയാണ് അവന് സ്ഥാനക്കയറ്റം ലഭിച്ചത്? ഹാരി ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വല്ല സജഷനും ഉണ്ടെങ്കിൽ, ലൈക്ക് എഡിറ്റിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താനുണ്ടെങ്കിലോ ഏതെങ്കിലും പറയുന്ന ശൈലിയിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തണമെന്നോ അങ്ങനെ എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ 1-2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബുക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. ആൻഡ്
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ പ്ലീസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.